ഹായ് ഫ്രണ്ട്സ്, അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു അൺബോക്സിങ് കം പിന്നെ എന്താണ് പറയുക ഇൻസ്റ്റലേഷനാണ്. ബ്ലൂ സ്കൈ സി എന്ന് പറഞ്ഞൊരു ഡാഷ് ക്യാമിൻ്റെ ഇൻസ്റ്റലേഷനാണ്. ഇത് ദേവരാജ് ഞങ്ങളുടെ മാനേജറാണ്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയാണ്, പുള്ളിയുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ദേവരാജ് തുറന്നാൽ മതിയായിരുന്നു. I just opened it to ensure that there is no breakage. This is the camera. These are the cables. ഒരു USB cable. This is the main thing, charger. So we need this. Oh, 3M tape. There is a plastic wrench. And finally this is the camera. Can you open this? Sure. So opening the camera. ഇതാണ് ക്യാമറ. ഗൈസ്, നമ്മൾ ഇതിൻ്റെ അകത്തൊരു SD കാർഡൊക്കെ ഇടാണ്. 16 GB ആണ് തൽക്കാലത്തേക്ക് ഇടുന്നത്. ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊള്ളാം. നല്ല അടിപൊളി പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ ഒരു സ്വിച്ചൊക്കെ ഉണ്ട്. ഇനി ഇത് പവർ ചെയ്യാനായിട്ട് ഇവിടെ 12 വോൾട്ട് അഡാപ്റ്റർ ഒക്കെയാണ്. 5 വോൾട്ടാന്ന് തോന്നുന്നത്. 5 വോൾട്ട് ഇവിടെ കുത്തിയാൽ മതി. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പ് B1W കാർ CVR എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അത് വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്തോളൂ ദേവരാജ്. ഞങ്ങളെന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ഗൈസ്, നമ്മൾ വൈഫൈ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എന്നെ കാണാം, ഉണ്ടോ? ക്യാമറയിൽ വൈഫൈ വെച്ച് ആപ്പ് വെച്ച് കണക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതെടുത്തിട്ട് കാറിലൊന്ന് പിടിപ്പിക്കട്ടെ. ഗൈസ്, ഇതിൻ്റെ അകത്ത് ഒരു 3M അഡീസീവ് ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് വെക്കുന്നത്. മറ്റേ സക്ഷൻ കപ്പൊന്നുമല്ല, ഒട്ടിച്ചിട്ടാണ്. നല്ല ക്വാളിറ്റി ക്യാമറ തന്നെയാണ്. എന്തായാലും എടുത്ത് ഒട്ടിക്കാൻ പോവാണ്. ഒട്ടിക്കട്ടെ. ഡൺ. നമ്മൾ ക്യാമറ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാമറ. ഇനി വയറ് ഒന്ന് ടക്കിൻ ചെയ്യണം. ഗൈസ്, ഇങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ. ഇതാണ് നമ്മുടെ DVR വരുന്നത്. ഇവിടെ നിന്ന് നേരെ വയർ വലിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ഇതിൽ കൂടെ റൗട്ട് ചെയ്ത് ഇതിൻ്റെ പവർ സപ്ലൈ ഇവിടെയാണ് വരുന്നത്. ഇത് 5 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്, കാർ ചാർജർ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ പവർ വരും. അന്നേരം മാത്രമേ നമ്മുടെ DVR ഓൺ ആവത്തുള്ളൂ. ഇപ്പം ദേവരാജൻ്റെ മൊബൈലിൽ ഓൾറെഡി അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DVR നമുക്ക് നോക്കിയാൽ പോലും കാണില്ല. അതാണ് DVR. അത് നോക്കിയാൽ പോലും കാണില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ക്യാമറയുടെ വില വരുന്നത് 4399 രൂപയാണ്. ഇതുവരെ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 4399 രൂപയ്ക്ക് പ്രൈസ് വർത്താന്ന് തോന്നണം. കാരണം എൻ്റെ കയ്യിലുള്ള DVR-നേലും ഒരു 4 ഇരട്ടി ക്ലാരിറ്റി അതിനുണ്ട്. ഇല്ല ദേവരാജ്? Clarity is good. Clarity is really good.
അപ്പം നോക്കട്ടെ, ഇതിൻ്റെ ഔട്ട് ഞാൻ എടുത്തിട്ട് വീഡിയോൻ്റെ ബാക്കിയിടാം. നിങ്ങൾ തന്നെ കണ്ടിട്ട് ഒരു കമൻറ്റ് ഇട്ടേക്കണം, എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ആ ലൈക്ക് ബട്ടൺ അടിക്കുക. എന്തെങ്കിലും കമൻസോ സജഷനോ ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. യുവരാജ് ബൈ.